നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. മിഷൻ 10th പ്രിലിംസിന്റെ അടുത്ത ക്ലാസ് ആണ്. അപ്പൊ ഇതുവരെ നമ്മൾ 5 ക്ലാസ്സുകളാണ് മിഷൻ 10th പ്രിലിംസ് തീവ്ര പരിശീലനത്തിൽ ചെയ്തിട്ടുള്ളത്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോളാം. പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മിഷൻ 10th പ്രിലിംസ് 2026 എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ ഇതുവരെ എടുത്ത ക്ലാസ്സുകളെല്ലാം കാണാവുന്നതാണ്. ഓക്കെ, അപ്പൊ സെറ്റിൽ ഇതുവരെയുള്ള ക്ലാസ്സുകളെല്ലാം ഈ 5 ക്ലാസ്സുകളും മുഴുവൻ കണ്ടു തീർത്ത എത്ര പേരുണ്ട്? എസ് എന്ന് താഴെ പറയാമോ? അപ്പൊ തുടർന്നും ക്ലാസ്സുകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനമാണിത്. അപ്പൊ ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉപകാരപ്പെടും എന്നൊരു വിശ്വാസത്തിൽ നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകും തീർച്ചയായിട്ടും. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇടയ്ക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, അത് താഴെ നിങ്ങള് മറക്കാതെ കമന്റും കൂടെ ചെയ്യുക. ഓക്കെ, അപ്പൊ ആദ്യ ചോദ്യത്തിലേക്ക് പോയാലോ. ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ഉത്തരം BD ജെട്ടി അഥവാ ബാസപ്പ ദാനപ്പ ജെട്ടിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത്. ഇദ്ദേഹം ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നു. എന്താണ് ആക്ടിംഗ് പ്രസിഡന്റ് അഥവാ താൽക്കാലിക പ്രസിഡന്റ് എന്ന് പറയും. അപ്പൊ ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചത് എന്നാണ്? 1977 ഫെബ്രുവരി മാസം 11-നാണ്. അപ്പൊ ഇദ്ദേഹം അന്തരിച്ചതിനെ തുടർന്ന് അന്നത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന BD ജെട്ടിയാണ് ഇന്ത്യയുടെ താൽക്കാലിക പ്രസിഡന്റായി ചുമതലയേറ്റത്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം താൽക്കാലിക പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ BD ജെട്ടിയാണ്. എന്നു മുതൽ എന്ന് വരെ? 1977 ഫെബ്രുവരി മാസം 11 മുതൽ ജൂലൈ മാസം 25 വരെ BD ജെട്ടിയായിരുന്നു ഇന്ത്യയുടെ താൽക്കാലിക പ്രസിഡന്റ്. അപ്പൊ അധികാരത്തിലിരിക്കെ അന്തരിച്ച പ്രസിഡന്റുമാർ ആരൊക്കെയാണ്? ഇന്ത്യയിൽ പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ പ്രസിഡന്റ് ആണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അപ്പൊ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. ഡോക്ടർ സക്കീർ ഹുസൈൻ. ആദ്യത്തെ ഓപ്ഷൻ നോക്കിക്കേ, VV ഗിരി. ഡോക്ടർ സക്കീർ ഹുസൈൻ അന്തരിച്ചപ്പോൾ വർഷം 1969. ഡോക്ടർ സക്കീർ ഹുസൈൻ അന്തരിച്ചപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റായ വ്യക്തിയാണ് VV ഗിരി എന്നോർക്കുക. പിന്നീട് ഇദ്ദേഹം താൽക്കാലിക പ്രസിഡന്റ് പദവി രാജിവെച്ചിട്ട് മത്സര രംഗത്ത് വരികയും ഇന്ത്യയുടെ 4ാമത്തെ പ്രസിഡന്റ് ആവുകയും ചെയ്ത വ്യക്തിയാണ് ആര്? VV ഗിരി. VV ഗിരി. സെറ്റ് അല്ലേ? ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ് ഇന്ത്യയുടെ 3ാമത്തെ പ്രസിഡന്റ് എന്ന് മനസ്സിലാക്കുക. ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ് ഇന്ത്യയുടെ 3ാമത്തെ പ്രസിഡന്റ്. കൂടാതെ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ പ്രസിഡന്റ് കൂടിയാണ് ഇദ്ദേഹം. ഇനി ഓപ്ഷൻ ഡി, ഗ്യാനി സെയിൽ സിംഗ്. ഇന്ത്യയുടെ 7ാമത്തെ പ്രസിഡന്റ് ആണ് ഗ്യാനി സെയിൽ സിംഗ്. കൂടാതെ ആദ്യത്തെ സിഖ് മതക്കാരനും കൂടിയാണ്. ആദ്യത്തെ സിഖ് വംശജനായ പ്രസിഡന്റ് കൂടിയാണ്. വേറൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടല്ലോ, പോക്കറ്റ് വീറ്റോ. പോക്കറ്റ് വീറ്റോ ആദ്യമായി പ്രയോഗിച്ച പ്രസിഡന്റ് ആരാണ്? ഗ്യാനി സെയിൽ സിംഗ്. ഇവിടെ ധ്യാനി എന്നാണ് കൊടുത്തിരിക്കുന്നത്, ഗ്യാനിയാണ് കേട്ടോ, ഗ്യാനി സെയിൽ സിംഗ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള മാക്സിമം ഫാക്ട്സ് കിട്ടിയല്ലോ. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി തീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം 51(4). അപ്പൊ ഈ 51, 52, 53, 54 ഇവയൊക്കെ എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ നിർദ്ദേശക തത്വങ്ങളാണ്. അപ്പൊ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ഭാഗത്തിലാണ് നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നത്? താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ? ഇന്ത്യൻ ഭരണഘടനയിലെ എത്രാമത്തെ ഭാഗത്തിലാണ് നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. PSC എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന അനുച്ഛേദമാണ്. അപ്പൊ ഈ ലാസ്റ്റ് അനുച്ഛേദമില്ലേ, എന്താണ്? അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി തീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം 51(4). ശരിക്കും ഭരണഘടനയില് 51(1) അങ്ങനെയല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. 51A, 51B, 51C, 51D ഇങ്ങനെയാണ് പരാമർശിച്ചിരിക്കുന്നത്. 51A എന്ന് പറയുമ്പോൾ
അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുക. 51B എന്ന് പറയുമ്പോൾ രാഷ്ട്രങ്ങൾ തമ്മിൽ നീതിപൂർവവും മാന്യവുമായ ബന്ധം നിലനിർത്തുക. C എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര നിയമങ്ങളോടും ഉടമ്പടികളോടും ആദരവ് വളർത്തുക. ഇനി ഡിയോ അന്താരാഷ്ട്ര തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി മധ്യസ്ഥതയെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അപ്പൊ നിർദ്ദേശക തത്വങ്ങൾ പരാമർശിക്കുന്ന ഭാഗം ഏതാണെന്ന് വേഗം ഒന്ന് കമന്റ് ചെയ്തേ. പിന്നെ മുഹറം പ്രമാണിച്ച് നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിലെ ഓഫർ ജൂൺ മാസം 30 വരെ ഉണ്ടായിരിക്കും കേട്ടോ. ജൂൺ 30 രാത്രി 12 മണി വരെ നമ്മുടെ ആപ്പിലെ ഒട്ടുമിക്ക കോഴ്സുകൾക്കും ഇപ്പൊ 10% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പൊ PSC ഡേറ്റ് അനൗൺസ് ചെയ്ത VFA ഉണ്ടല്ലോ, സെപ്റ്റംബർ 19-നാണ് VFAയുടെ പരീക്ഷ. അപ്പൊ VFA ബെഫ്കോ LD ഒറ്റ സ്റ്റഡി തന്നെ മതി 2 പരീക്ഷയ്ക്കും. കോംബോ ബാച്ച് തന്നെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഫീസ് 1999. പക്ഷെ ഇപ്പോ ഇത്ര ഫീസ് ഇല്ല. 10% ഡിസ്കൗണ്ടും കൂടി കഴിഞ്ഞിട്ടുള്ള ഫീസേ വരുന്നുള്ളൂ. അപ്പൊ 1700 സംതിങ് ഫീസേ വരത്തുള്ളൂ കേട്ടോ. നിങ്ങൾ മുഹറം എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ മതി. ഫുൾ സിലബസ് കവറേജ് ആണ്. സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ മാത്സ്, NLT, ഇംഗ്ലീഷ്, മലയാളം, GK എല്ലാ കാര്യങ്ങളും, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ, പഴയ CRT, പുതിയ CRT, NCERT ഉൾപ്പെടെ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് എക്സാം വൈസ് ആയിട്ട് പോകുന്ന നല്ല കിഡിലമായിട്ട് സിലബസ് അധിഷ്ഠിതമായി കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി പോകുന്ന ബാച്ചാണ്. കൂടാതെ കമ്പനി LGS പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ചിനൊക്കെ ഇപ്പോൾ ഓഫർ അവൈലബിൾ ആണ്. LDC ബാച്ചിന് ഓഫർ അവൈലബിൾ ആണ്. എല്ലാ യൂണിഫോം പോസ്റ്റുകൾക്കും ഓഫർ അവൈലബിൾ ആണ്. എല്ലാ ഡിഗ്രി ലെവൽ കോഴ്സുകൾക്കും ഓഫർ അവൈലബിൾ ആണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട അനൗൺസ്മെന്റ്, ജൂലൈ മാസം 6-ന് നമ്മൾ LGSന്റെ പുതിയ ബാച്ചിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ബാച്ചിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 2027 ഡിസംബർ 31 വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. ഏകദേശം ഒരു 1.5 വർഷ കാലയളവിലേക്ക് വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. അതുപോലെ തന്നെയാണ് LDCയുടെ ബാച്ചും 2027 ഡിസംബർ 31 വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. നോട്ട് പ്രിന്റ് എടുക്കാൻ പറ്റും. ഇതിന് കുറച്ച് സീറ്റും കൂടെ ബാക്കിയുള്ളൂ LDC പുതിയ ബാച്ചിലേക്ക് കേട്ടോ. അപ്പൊ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോളാം. ഹർഷിത എഡ്യൂടെക് ആപ്പിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. ആൻഡ്രോയിഡ് ഫോണിലും ഐഫോണിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോക്സഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം, ബത്ത ഇവയെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 97 ആണ്. ആർട്ടിക്കിൾ 97. അപ്പൊ എന്താണ് ആർട്ടിക്കിൾ 97 പരാമർശിക്കുന്നത്? പാർലമെന്റിന്റെ ഇരുസഭകളുടെയും അധ്യക്ഷന്മാരുടെയും ഉപാധ്യക്ഷന്മാരുടെയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നിശ്ചയിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 97. ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ആർട്ടിക്കിൾ 97. അപ്പൊ ഭരണഘടനയുടെ 2-ാം ഷെഡ്യൂളിലാണ്. എത്രാമത്തെ ഷെഡ്യൂളിലാണ്? 2-ാമത്തെ ഷെഡ്യൂളിലാണ് ഇവരുടെ ശമ്പള വിവരങ്ങൾ, 2-ാമത്തെ ഷെഡ്യൂൾ അഥവാ 2-ാമത്തെ പട്ടികയിലാണ് ഇവരുടെ ശമ്പള വിവരങ്ങൾ കൃത്യമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇവരുടെ ശമ്പളവും ബത്തയും എവിടെ നിന്നാ, ഏത് ഫണ്ടിൽ നിന്നാണ് ഈടാക്കുന്നത്? ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ട്. കൺസോളിഡേറ്റഡ് ഫണ്ടിന്റെ മലയാളം എന്താണെന്നറിയാവോ? സഞ്ചിത നിധി. ഇന്ത്യയുടെ സഞ്ചിത നിധി അഥവാ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് ഇവരുടെ ശമ്പളവും ബത്തയും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർലമെന്റിൽ ഇതിന്മേൽ വോട്ട് രേഖപ്പെടുത്താറില്ല എന്നുകൂടി ഓർക്കുക. ഇനി ഓരോ ഓപ്ഷനായിട്ട് നോക്കാം. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 73. എന്താണ് ആർട്ടിക്കിൾ 73 പ്രതിപാദിക്കുന്നത്? കേന്ദ്രത്തിന്റെ എക്സിക്യൂട്ടീവ് അധികാര പരിധി വികസിപ്പിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് 73. കേന്ദ്രത്തിന്റെ എക്സിക്യൂട്ടീവ് അധികാര പരിധി വികസിപ്പിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 73. 116 വോട്ട് ഓൺ അക്കൗണ്ട്, വോട്ട് ഓൺ ക്രെഡിറ്റ്, എക്സെപ്ഷണൽ ഗ്രാന്റ് എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 116. വോട്ട് ഓൺ, ഓട്സ് ഓൺ അക്കൗണ്ട്, ഓട്സ് ഓൺ അക്കൗണ്ട്, ഓട്സ് ഓൺ ക്രെഡിറ്റ്, എക്സെപ്ഷണൽ ഗ്രാന്റ് എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 116. ഇനി ആർട്ടിക്കിൾ 70 എന്താ? മറ്റ് അടിയന്തര സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 70. മറ്റ് അടിയന്തര സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 70 ആണ്. ഡിസ്ചാർജ് ഓഫ് പ്രസിഡന്റ്സ് ഫങ്ഷൻസ് ഇൻ അതർ കോണ്ടിജൻസീസ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നതില് ഓപ്ഷൻ എ തന്നെ നോക്കിക്കേ. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെ പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ചയാകാം. അത് തന്നെയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 211 പ്രകാരം സുപ്രീം കോടതിയിലെയോ ഹൈക്കോടതിയിലെയോ ഒരു ജഡ്ജിയുടെ ഔദ്യോഗിക കർത്തവ്യങ്ങളെ കുറിച്ച് സംസ്ഥാന നിയമസഭകളിൽ ചർച്ച ചെയ്യാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്നുണ്ട്. ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 211. അപ്പൊ ജഡ്ജിയെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട പ്രമേയം പാർലമെന്റിൽ വരുമ്പോൾ മാത്രമേ അത്തരം ചർച്ചകൾ സാധ്യമാകൂ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കേ. നിയമസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കുവാൻ ഒരു അവിമുക്ത നിർധനനായിരിക്കാൻ പാടില്ല. എന്താണ് ഈ അവിമുക്ത നിർധനൻ? അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെന്റ് എന്ന് പറയും. അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെന്റ്. അപ്പോ അവിമുക്ത നിർധനൻ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് നിയമസഭയിലോ പാർലമെന്റിലോ അംഗമാകാൻ യോഗ്യതയില്ല. ഈ ഒരു ആർട്ടിക്കിൾ ഏതാണ്? അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആർട്ടിക്കിൾ 191 1C ആണ്. അപ്പൊ ആർട്ടിക്കിൾ 191 1C പ്രകാരം നിയമസഭാ അംഗങ്ങളുടെ അയോഗ്യതകളിൽ ഇത് ഉൾപ്പെടുന്നുണ്ട്. ശരിയാണ്. അപ്പൊ അടുത്ത നോക്കുക. ഗവർണറുടെ ശമ്പളവും ബത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ്. സഞ്ചിത നിധിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്ത്? കൺസോളിഡേറ്റഡ് ഫണ്ട്. ശരിയാണ്. ഗവർണറുടെ ശമ്പളവും ബത്തയും സംസ്ഥാനത്തിന്റെ സഞ്ചിത നിധിയിൽ നിന്നാണ് നൽകുന്നത്. ശരിയാണ്. അടുത്ത ചോദ്യം. ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പാർലമെന്റ് നിയമം വഴി തീരുമാനിക്കുന്നു. ശരിയാണ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തീരുമാനിക്കുന്നത് പാർലമെന്റ് ആണ്. ആർട്ടിക്കിൾ 221 പ്രകാരം. ആർട്ടിക്കിൾ 221 പ്രകാരം. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളം നൽകുന്നത് സംസ്ഥാന സഞ്ചിത നിധിയിൽ നിന്നുമാണ്. എന്നാൽ അവരുടെ പെൻഷൻ നൽകുന്നത് കേന്ദ്ര സഞ്ചിത നിധിയിൽ നിന്നുമാണ് എന്ന് കൂടി മനസ്സിലാക്കുക. 2 പോയിന്റ് ഉണ്ട്. എന്താണ്? ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളം നൽകുന്നത് സംസ്ഥാന സഞ്ചിത നിധിയിൽ നിന്നാണ്. എന്നാൽ അവരുടെ പെൻഷൻ നൽകുന്നതോ കേന്ദ്ര സഞ്ചിത നിധിയിൽ നിന്നുമാണ്. അപ്പൊ 4 ഓപ്ഷൻസും കിട്ടിയോ? എന്തുകൊണ്ട് തെറ്റിപ്പോയിന്ന് കിട്ടിയോ? അപ്പൊ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എസ് എന്ന് താഴെ കമന്റ് ചെയ്യൂ. അതുപോലെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരുപാട് പേരൊന്നും ലൈക്ക് ചെയ്യാറില്ല, സബ്സ്ക്രൈബ് ചെയ്യാറില്ല. നിങ്ങൾ മാക്സിമം തിരിച്ചും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്ലാസ്സിനെ പറ്റി എല്ലാവരോടും ഒന്ന് പറയാം. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിവരാവകാശ കമ്മീഷന്റെ ഘടനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ എന്നിവരടങ്ങിയതാണ് വിവരാവകാശ കമ്മീഷന്റെ ഘടന. അപ്പൊ വിവരാവകാശ കമ്മീഷൻ പൊതുവായ ഘടന എന്ന് പറയുമ്പം കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. അപ്പൊ വിവരാവകാശ കമ്മീഷന്റെ ഘടന CIC. ഇപ്പം കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലാണെങ്കിൽ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. ഇനി SIC-യിലേക്ക് വരുമ്പോൾ, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനിലേക്ക് വരുമ്പോൾ ഒരു സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കൂടാത്ത സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് SIC. ഓക്കെ. ഇനി കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച ഡേറ്റ് എന്നാണ്? 2005 ഡിസംബർ മാസം 19-നാണ്. 2005 ഡിസംബർ മാസം 19-നാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്. ആസ്ഥാനം തിരുവനന്തപുരം. അംഗങ്ങളുടെ എണ്ണം നിലവിൽ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 5 ഇൻഫർമേഷൻ കമ്മീഷണർമാരുമാണ് ഉള്ളത്. കമ്മീഷന്റെ ദൈനംദിന ഓഫീസ് പ്രവർത്തനങ്ങൾക്കായി സർക്കാർ അനുവദിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരിൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉണ്ട്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരെ കൂടാതെ
ഒരു സെക്രട്ടറി ഉണ്ടായിരിക്കും. ഒരു സെക്രട്ടറി, അഡ്മിനിസ്ട്രേഷന്റെ തലവനാണ് സെക്രട്ടറി. പിന്നെ ജോയിന്റ് സെക്രട്ടറി ഉണ്ടായിരിക്കും. അതുപോലെ ആവശ്യാനുസരണം നിയമ ഉപദേശമൊക്കെ നൽകാൻ വേണ്ടിയിട്ട് നിയമ വിദഗ്ധൻ അഥവാ ലീഗൽ അഡ്വൈസർ ഉണ്ടായിരിക്കും. പിന്നെ ധനകാര്യ വിദഗ്ധൻ അഥവാ ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ലെങ്കിൽ അണ്ടർ സെക്രട്ടറി എന്നൊക്കെ പറയും. പിന്നെ സെക്ഷൻ ഓഫീസർമാരും ഉണ്ടായിരിക്കും. അപ്പോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് കിട്ടിയല്ലോ. ഇനി വിവരാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് എന്നാ കുട്ടികളെ? 2005 ജൂൺ മാസം 15. 2005 ജൂൺ മാസം 15 വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന ഡേറ്റ് എന്നാ? 2005 ഒക്ടോബർ മാസം 12. ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? വജാഹത്ത് ഹബീബുള്ള. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? ദീപക് സന്ധു. കേരളത്തിലെ ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? പാലാട്ട് മോഹൻദാസ്. പാലാട്ട് മോഹൻദാസ്. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ നമ്മുടെ ബാച്ചിന്റെ കാര്യമൊന്നും മറന്നു പോകരുത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ, എന്റെ ക്ലാസ്സുകൾ തന്നെയാണ് 95%. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും നോട്ടുകളും ബാക്കി ഗൈഡൻസും PYQവും എല്ലാം കിട്ടണമെങ്കിൽ ആപ്പിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കയറി പോരാവുന്നതാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. മനസ്സിലായി എന്ന് കരുതുന്നു. God bless you all. All the best for your exam preparation. Thank you.